ഹായ് ഫ്രണ്ട്സ്, കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഓണ സ്പെഷ്യൽ വന്നിട്ടുണ്ട് കേട്ടോ, നാരങ്ങ അച്ചാർ. അതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെള്ളം ഒഴിക്കുക. വെള്ളത്തിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് ആ വെള്ളം നന്നായി തിളച്ച് വരുമ്പോഴത്തേക്ക് 1/4 കിലോ നാരങ്ങ, ചെറുനാരങ്ങ കഴുകി വെച്ചത് അത് ആ വെള്ളത്തിലേക്ക് ഇടുക. ഇട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുക. കാരണം ഈ തോട് പൊട്ടാൻ പാടില്ല കേട്ടോ. തോട് പൊട്ടിക്കഴിഞ്ഞാൽ കയ്പ്. തോട് പൊട്ടാതെ തന്നെ ചെറുതായി ഒന്ന് വെന്തതിന് ശേഷം ആ നാരങ്ങ നമുക്ക് എടുക്കാം. എടുത്ത് ചെറിയ കഷ്ണങ്ങളായി നാരങ്ങ ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അരിഞ്ഞു വെച്ചതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറയെ ഉപ്പ്, 1.5 ടേബിൾ സ്പൂൺ നിറയെ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കായപ്പൊടി എന്നിവയും ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഞാൻ ചൂടാക്കുന്നൊന്നുമില്ല, ഇങ്ങനെയാണ് ചെയ്യുന്നത്. മാറ്റി വയ്ക്കുക. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നല്ലെണ്ണ ഒഴിക്കുക. നല്ലെണ്ണ നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് കടുകിടാം. കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ ചെറുതായി തൊലിച്ചെത്തി കഴുകി നീളത്തിന് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക് എന്നിവയിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നന്നായി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് കറി ലീഫ് ഇട്ട് കൊടുക്കാം. കറി ലീഫ് നല്ലതുപോലെ മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. കടുക് താളിക്കൽ റെഡിയായി. ഇനി നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചില്ലേ നാരങ്ങ, ആ നാരങ്ങ എടുത്ത് ഈ കടുക് താളിച്ചത് അതിലേക്ക് ഒഴിക്കുക. ഒഴിച്ച് 1 ടേബിൾ സ്പൂൺ വിനാഗിരി, 1/2 ടേബിൾ സ്പൂൺ നാട്ടുചക്കര എന്നിവ ഇത് ചേർക്കുക. നാട്ടുചക്കര ചേർക്കുന്നത് ഇതിൻ്റെ പുളിപ്പും ഉപ്പും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനാണ്. അച്ചാറിടുമ്പോഴത്തേക്ക് ഇതുപോലെ പഞ്ചസാരയോ നാട്ടുചക്കര എന്തെങ്കിലും ചേർക്കണം. എനിക്ക് സൂപ്പർ ടേസ്റ്റാവും. അതിട്ട് മിക്സ് ചെയ്ത് ഞാൻ ഈ നാരങ്ങ ഇനി വേവിക്കുന്നൊന്നുമില്ല, ഇങ്ങനെ തന്നെയാണ്. ഇതിന് ഒരാഴ്ചയൊക്കെ ആകുമ്പോൾ തന്നെ ഇതിൻ്റെ ജ്യൂസെല്ലാം ഇറങ്ങി നല്ല നാരങ്ങ സെറ്റായി ആ തൊണ്ടെല്ലാം നല്ല വെന്ത് നല്ല സൂപ്പറായിട്ട് വരുള്ളൂ. നാരങ്ങ അച്ചാർ ഇവിടെ റെഡിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കി അഭിപ്രായം കമൻറ്റായി അറിയിക്കുക. ഒപ്പം എനിക്കൊരു സപ്പോർട്ടൂടെ തരിക. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകും എന്ന പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നതിന് മുമ്പ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ. ഈ നാരങ്ങ അച്ചാർ വെയിലത്തിട്ട് നല്ലതുപോലെ ഉണക്കിയും കൂടെ വയ്ക്കുകയാണെങ്കിൽ ഇത് ഒരു അട നാരങ്ങയെപ്പോലെ കൂട്ടെല്ലാം പിടിച്ച് നല്ല സെറ്റായി എത്ര നാളുകൾ വേണമെങ്കിലും നമുക്ക് സേഫായി സൂക്ഷിക്കാം. ഫ്രിഡ്ജിലൊന്നും വയ്ക്കണമെന്നില്ല. ഞാനിത് ഉണക്കി വയ്ക്കുന്നില്ല. ഇപ്പോൾ നമുക്ക് ഓണത്തിന് യൂസ് ചെയ്യാനുള്ളതല്ലേ, അത് പെട്ടെന്ന് തീരും. 1/4 കിലോ നാരങ്ങയല്ലേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര നാൾ വേണം നല്ല ടേസ്റ്റിയോടെ ഈ നാരങ്ങ യൂസ് ചെയ്യാം. ഓക്കെ, എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുന്നു. താങ്ക് യു.